എന്ത് ലിയോ? ഏത് ലിയോ? ലിയോയൊക്കെ തട്ടി. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എമ്പുരാന്റെ വിശേഷങ്ങളാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. കൃത്യം 9 മണിക്ക് ബുക്കിംഗ് ആരംഭിച്ചു ഇന്ത്യ ഒട്ടാകെ എമ്പുരാൻ. ആ എമ്പുരാൻ പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യ ഒട്ടാകെ തന്നെ ഏതൊക്കെ സിനിമകൾ ആദ്യത്തെ മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ്സ് നടത്തിയോ അതിനൊക്കെ തട്ടിയിരിക്കുകയാണ് എമ്പുരാൻ. നമുക്കറിയാം, അല്ലു അർജുൻ ചിത്രമായ പുഷ്പ, ബാഹുബലി, കൽക്കി, ലിയോ, ജവാൻ, ഈ സിനിമകൾക്കൊക്കെ തന്നെ വെട്ടി നിരപ്പാക്കിക്കൊണ്ടാണ് എമ്പുരാന്റെ തേരോട്ടം തുടങ്ങുന്നത്. നമുക്കറിയാം, ആദ്യ 15 മിനിറ്റൊക്കെ തന്നെ ബുക്കിംഗ് ആപ്പുകളൊക്കെ ക്രാഷായി നിൽക്കുകയായിരുന്നു. പക്ഷേ ആദ്യത്തെ 1 മണിക്കൂർ പിന്നിടുമ്പോൾ 93,500 ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ ആപ്പ് വഴി മാത്രം എമ്പുരാനിൽ ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ചരിത്രമാണ്, റെക്കോർഡാണ്. അത് മലയാള സിനിമയുടെ റെക്കോർഡല്ല, ഇന്ത്യൻ സിനിമയുടെ റെക്കോർഡാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിലവിലത്തെ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. എമ്പുരാൻ എല്ലാ താര രാജാക്കന്മാരെയും, കിങ് ഖാനെ ഒക്കെ തട്ടിക്കളഞ്ഞു. തെലുങ്കിൽ പോയിട്ട് പ്രഭാസിനെയും അല്ലു അർജുനെയും തട്ടി, തമിഴിൽ പോയി വിജയെ തട്ടി. ഈ റെക്കോർഡുകളൊക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് തോള് ചരിഞ്ഞ മലയാളത്തിന്റെ മഹാത്ഭുതമായ മോഹൻലാൽ ചിത്രം എമ്പുരാൻ കുതിപ്പ് തുടരുന്നത്. ഇനി അറിയാനുള്ളത്, കേരളത്തിൽ ആദ്യ ദിനത്തിൽ ലിയോ തീർത്ത 12.5 കോടി എന്ന കളക്ഷൻ ബ്രേക്ക് ചെയ്യാൻ എമ്പുരാന് സാധിക്കുമെന്നുള്ളതാണ്. അതിന് നമ്മൾ 27-ാം തീയതി വരെ കാത്തിരിക്കണം. പറയാനുള്ള കാരണം, എല്ലാ ടിക്കറ്റുകളും നമുക്ക് ഓൺലൈനിൽ മാത്രമായിട്ടല്ല ലഭിക്കുന്നത്. ചില ടിക്കറ്റുകൾ കൗണ്ടർ ടിക്കറ്റ് ആയിട്ട് പോകും. ആദ്യ ദിനത്തിൽ പ്രത്യേകിച്ച് പല ഷോകളും ഹൗസ്ഫുൾ ആണെങ്കിൽ പോലും, അതെല്ലാം ഓൺലൈനിൽ ഹൗസ്ഫുൾ ആണെങ്കിൽ പോലും, ചില ടിക്കറ്റുകളൊക്കെ തന്നെ അങ്ങും ഇങ്ങും ഒക്കെ ആയിട്ട് കൗണ്ടർ ടിക്കറ്റുകൾ വെക്കുന്ന പതിവ് രീതി ചില തിയേറ്ററുകാർ വെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് 27-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. അത് അങ്ങനെ തന്നെയാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. എന്നാൽ മാത്രമേ ഫസ്റ്റ് ഡേ കളക്ഷൻ എന്താകൂ എന്നുള്ളത് നമുക്ക് കൃത്യമായ ധാരണയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇന്ത്യൻ സിനിമയിലെ ബ്രഹ്മാണ്ഡ താരങ്ങളെ ഒക്കെ തന്നെ വെട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യൻ സിനിമയിലെ മറ്റൊരു ബ്രഹ്മാണ്ഡ താരമായ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഒരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് എമ്പുരാൻ. ദി ഹൈപ്പ് ഈസ് റിയൽ എന്ന് തന്നെ പറയേണ്ടി വരും. ചുമ്മാ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഹൈപ്പോ അല്ലെങ്കിൽ ഒരു പെയ്ഡ് റിവ്യൂ എന്നൊക്കെ പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ പെയ്ഡ് പോസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ പറ്റുന്ന രീതിയിലേക്കൊന്നും എമ്പുരാൻ നമുക്ക് തളച്ചു വെക്കാൻ സാധിക്കില്ല. ഒരുപാട് പ്രതിസന്ധികളിൽ എമ്പുരാൻ ടീം കടന്നുപോയി. പ്രത്യേകിച്ച് അതിന്റെ നിർമ്മാണത്തിന്റെ കാര്യത്തിൽ സിനിമാ സമരം, അങ്ങനെ എങ്ങും തിരിഞ്ഞാലും പ്രശ്നങ്ങളായി നിൽക്കുകയായിരുന്നു എമ്പുരാന്. ആ എമ്പുരാന് എല്ലാ കാർമേഘങ്ങളും ഒക്കെ മാറി, മൂടിക്കെട്ടുകളൊക്കെ മാറ്റിക്കൊണ്ടാണ് റിലീസിന് വെറും ഒരാഴ്ച മുൻപ് തന്നെ പല റെക്കോർഡുകൾ, ചരിത്രങ്ങൾ സൃഷ്ടിക്കാനായിട്ട് എമ്പുരാൻ ടീമിന് സാധിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു ഘട്ടത്തിൽ പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ലൂസിഫറിന്റെ 2ാം ഭാഗമായിട്ട് എത്തുകയാണ് എമ്പുരാൻ. ട്രെയിലർ വൻ തരംഗം. ജംഗിൾ പുളി എന്ന് സുരാജ് വെഞ്ഞാറമൂട് പറഞ്ഞതുപോലെ തന്നെയായിരുന്നു ട്രെയിലറും പ്രേക്ഷകർ ഏറ്റെടുത്തത്. പിന്നാലെ ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ് പ്രേക്ഷകർ. ആദ്യ ദിനത്തിൽ 9 മണിക്ക് ആരംഭിച്ച ആ ബുക്കിംഗ് ആദ്യ ദിനത്തിലെ എല്ലാ ഷോയും ഹൗസ്ഫുൾ ആവുന്ന കാഴ്ച. 2ാം ദിനത്തിൽ കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട തിയേറ്ററുകളിൽ 2ാം ദിനവും ഹൗസ്ഫുൾ ആവുകയാണ് എല്ലാ ഷോയും. ആലോചിക്കുക, അത്രയ്ക്ക് ഹൈപ്പിൽ പോവുകയാണ് എമ്പുരാൻ എന്ന ചിത്രം. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് പ്രേക്ഷകർ ഈ സിനിമ സ്വീകരിക്കുക എന്നുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ഒരു വശത്തുകൂടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ പോലും വലിയ പ്രതീക്ഷയിലാണ് എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ആ പ്രതീക്ഷയുടെ ഭാരമൊക്കെ തന്നെ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലേക്കും കൂടി എത്തുമ്പോൾ പോലും തിയേറ്ററുകളിൽ തരംഗമായി മാറുകയാണ്. നമുക്കറിയാം, ഓൺലൈൻ ബുക്കിങ്ങിൽ മാത്രമല്ലാതെ പല സെന്ററുകൾ, ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ രാഗം തിയേറ്റർ എടുത്ത് നോക്കിയാലോ, അല്ലെങ്കിൽ പല തിയേറ്ററുകളിൽ പോലും പുറത്ത് ഗേറ്റിന് വെളിയിൽ കൗണ്ടർ ടിക്കറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകരും ഉണ്ടെന്ന് ആലോചിക്കുകയും, ഈ കാലഘട്ടത്തിൽ 2025 ഓൺലൈൻ ബുക്കിന്റെ കാലഘട്ടത്തിൽ പോലും അവിടെ പോയി കൗണ്ടർ ടിക്കറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന ജനങ്ങളുടെ വീഡിയോ സഹിതം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലുണ്ട്. അതാണ് മോഹൻലാലിന്റെ പവർ എന്നൊക്കെ പറയാൻ പറ്റുന്നത്. എന്തായാലും ഒരു ചരിത്രം എമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുകയാണ് ബുക്കിംഗ് തുടങ്ങി ആദ്യ മണിക്കൂറിൽ തന്നെ.